ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LIT സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലക്ഷ്മിയമ്മ പറയാനുള്ളത് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. രേവതിയും ദേവും കൂടി വിഷമിച്ച് അവിടെ നിൽക്കുക. അരുണാണെന്നുണ്ടെങ്കിൽ വഴിയിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുക. ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി അമ്മ പോയ കാര്യം എന്നറിയാനായിട്ട്. അപ്പം അമ്മ നിരാശയോടുകൂടി മടങ്ങി വരുന്നു. എന്തായി അമ്മയെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നൊന്നും അവർ കേൾക്കുന്നില്ല, അവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുക. അപ്പം അരുണിൻ്റെ അമ്മ, മോനെ നമുക്ക് ഈ കുടുംബം ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ എന്താമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. സച്ചിയാണ് ആ കുടുംബത്തിൻ്റെ എല്ലാം. ഈ കല്യാണത്തിന് സച്ചിയുടെ സമ്മതം ഇല്ല എന്ന് അമ്മ അരുണിനോട് പറഞ്ഞു. അവൻ്റെ സമ്മതം ഇല്ലാതെ ഈ കല്യാണം നടക്കില്ലെന്നാണ് അവർ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അരുണിന് ഭയങ്കര ദേഷ്യം. ആര് പറഞ്ഞാലും അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കാനും പോകുന്നില്ല എന്ന് ആ അമ്മ പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കല്യാണം നടക്കില്ല എന്നും അമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ പറഞ്ഞിങ്ങനെ നിൽക്കുക അരുൺ. അത് വിട്ടേക്ക് മോനെ എന്ന് പറഞ്ഞപ്പോൾ അരുണിന് ഭയങ്കര ദേഷ്യം. അമ്മേ, എനിക്ക് എൻ്റെ ദേവുവിനെ കല്യാണം കഴിക്കാൻ അവൻ്റെ സമ്മതം ആവശ്യമില്ല എന്ന് അരുൺ. ഞാനിപ്പം പറയാം, ആരെതിർത്താലും ഞങ്ങളുടെ കല്യാണം അത് നടന്നിരിക്കുമെന്ന്. ഈ ജന്മം ദേവു ആയിരിക്കും എൻ്റെ ഭാര്യ എന്നും അരുൺ അമ്മയോട് തർപ്പിച്ച് പറഞ്ഞു. അമ്മയുടെ മരുമകൾ അന്നേരം മോനെ അമ്മ ഒന്ന് വണ്ടി കയറിക്കേ വാ എന്നും പറഞ്ഞുകൊണ്ട് അരുൺ നിർബന്ധിച്ച് അമ്മയെ വണ്ടി കയറ്റി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ സച്ചി ഇങ്ങനെ വണ്ടിയിലിരിക്കുന്നു. അപ്പോൾ തൊട്ടരിക്കും നമ്മുടെ ഈച്ച നിൽപ്പുണ്ട്. അപ്പോൾ സച്ചിയുടെ അടുത്തേക്ക് ദേവു വരുന്നു. അപ്പോൾ ദേവു വന്നപ്പം ദേവു നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സച്ചിയേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതിനാ വന്നതെന്ന് ദേവു സച്ചിയോട് പറയാട്ടോ. സച്ചി ഇങ്ങനെ നോക്കുവാണേ. അതിന് എന്നെ ഒന്ന് വിളിച്ചാൽ പോരെ, ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ശരി, എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയാം, പക്ഷേ സച്ചിയേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ദേഷ്യം വരുന്ന കാര്യം നീ പറയാൻ പോണല്ലേ. അന്നേരം സച്ചേട്ടൻ ശരിക്കും നല്ലൊരു മനുഷ്യനാ, അതെനിക്ക് അറിയാമെന്ന് ദേവു. അപ്പോൾ കൂടെയുള്ളവർ കേൾക്കുക. ഞാൻ നല്ലവനായതാണല്ലോ ഇപ്പോൾ പ്രശ്നം. എനിക്കും നമ്മുടെ കുടുംബത്തിനും നല്ലത് വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് സച്ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എനിക്കത് മനസ്സിലാകുമെന്നും ദേവു പറഞ്ഞു. അപ്പോൾ മനസ്സിലായാൽ നല്ലതെന്ന് സച്ചേട്ടനെ പോലെ തന്നെ അരുണേട്ടനും അദ്ദേഹവും ഒരു നല്ല മനുഷ്യനാണെന്ന കാര്യം ദേവു പറയുകയാണേ. അപ്പോൾ ഈച്ചയൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. ദൈവമേ, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് ഓർത്ത്. അപ്പോൾ മോശമായിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഭാഗമാക്കാൻ നോക്കുമെന്ന് ചോദിച്ചു ദേവു സച്ചിയോട്. അദ്ദേഹത്തെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയും, നല്ലൊരു അമ്മയാണെന്ന കാര്യം ദേവു പറയുന്നു. പിന്നെ എന്നെ വളരെ ഇഷ്ടമാണെന്ന കാര്യവും പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അരുണേട്ടന് ഒരു ചെറിയ മുൻകോപമുണ്ട്, അല്ലാതെ ഒരു മോശ സ്വഭാവം മനുഷ്യനില്ല. മോശ സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞിട്ട് സച്ചി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണെന്ന കാര്യവും പറഞ്ഞു. ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ആളാണെന്നും ദേവു പറയാം കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ നോക്കിയതുപോലെയാ സച്ചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തെ നോക്കുന്നത്. ആ ഒരു ബഹുമാനം എനിക്ക് സച്ചേട്ടനോടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സച്ചേട്ടൻ്റെ അടുത്ത് വന്നത് എന്ന് ദേവു സച്ചിയോട് പറയണു. അങ്ങനെ അരുണേട്ടനും അങ്ങനെ തന്നെയാണ്, നമ്മുടെ കുടുംബത്തിന് ചേർന്ന ഒരാൾ തന്നെയാണ്. കുടുംബത്തിലെത്തിയ അമ്മയും ശരത്തിനെയും നന്നായിട്ട് നോക്കും. സച്ചേട്ടനെ പോലെ നല്ലൊരാളാണെന്ന് പറയുമ്പോഴേക്കും ദേവു, ഞാൻ മോശക്കാരനാണെന്ന് നീ വേണമെങ്കിൽ പറഞ്ഞു, അവൻ നല്ലവനാണെന്ന് മാത്രം പറയരുതെന്ന് പറഞ്ഞു. സച്ചേട്ടൻ ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പം നീ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് സച്ചി. ശരി, നീ പറഞ്ഞ കേൾക്കാം. സച്ചേട്ടാ നോക്ക്, അദ്ദേഹത്തെ കണ്ട ഉടനെ എനിക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണമെന്ന് പറയുന്നതൊന്നും അല്ല ഞാൻ. അദ്ദേഹത്തെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള കാര്യം ദേവു പറയുന്നു. നിനക്കൊരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ഏത് കണ്ണുകൊണ്ട് നോക്കിയാലും അവൻ നല്ലവനായിട്ടേ തോന്നത്തുള്ളൂ. അവൻ മോശക്കാരനാണെന്ന് ആര് പറഞ്ഞാലും നിന്റെ തലയിലോട്ട് അത് കയറുകയില്ല. അവൻ നല്ലവനല്ല എന്നുള്ള തെരുവ് നിലത്തിയാൽ പോലും നീ അതൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പം ഞാൻ പ്രണയിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം നല്ലവനാണെന്ന് ഞാൻ പറയുന്നതല്ല എന്ന് ദേവു സച്ചിയോട് പറഞ്ഞു. അദ്ദേഹത്തെ കുറെ കാണുകയും സംസാരിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അരുണേട്ടനോട് എനിക്ക് പ്രണയം തോന്നിയത് പോലും. അരുണേട്ടൻ്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ള കാര്യവും ദേവു പറഞ്ഞു. കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു. മനസ്സറിഞ്ഞ് സച്ചേട്ടൻ കല്യാണത്തിന് സമ്മതിക്കണമെന്നും ദേവു പറയുന്നു. എൻ്റെ കല്യാണം നടത്തി തരണമെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര കലി. ഇന്ന് അരുണേട്ടൻ്റെ അമ്മ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ രണ്ട് വീട്ടുകാരും ചേർന്ന് കല്യാണമൊക്കെ അങ്ങ് ഉറപ്പിച്ചല്ലേ? അല്ല, തീയതിയൊക്കെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. സച്ചേട്ടാ അങ്ങനെയൊക്കെ ഉറപ്പിക്കുമോ എന്ന് ദേവു സച്ചിയോട് ചോദിച്ചു. സച്ചേട്ടൻ്റെ സമ്മതം ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല എന്ന് അമ്മ അരുണേട്ടൻ്റെ അമ്മയോട് പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് ദേവു പറയാം. എന്താ സച്ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം വരുന്നില്ലേ എന്ന് ദേവു സച്ചിയോട് ചോദിക്കാട്ടോ. വേണമെങ്കിൽ ചേച്ചിയോട് ചോദിച്ചോ, ചേച്ചി ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം അവള് വീട്ടിലുണ്ടായിരുന്നെന്നോ? അപ്പോൾ അവള് വീട്ടിൽ വന്നായിരുന്നല്ലേ? അപ്പോൾ വന്നിരുന്നല്ലോ. കൊള്ളാം, ശരി, അത് വിട്. ദേവു, നീ നോക്ക്, എൻ്റെ ഭാര്യയുടെ അനിയത്തിയായിട്ടല്ല ഞാൻ നിന്നെ കാണുന്നത്, എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ്. എൻ്റെ മനസ്സിൽ നീ ഒരു കൊച്ചുകുട്ടിയാണെന്നും
എൻ്റെ കുഞ്ഞനിയത്തിയാ നീ എന്നൊക്കെ പറഞ്ഞു. നീ പറഞ്ഞല്ലോ അവനെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. നീ അവനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ ആലോചിക്കാതെ തീരുമാനം എടുത്ത് കല്യാണം കഴിക്കുന്നത് കൊണ്ടാണ് നിന്നെപ്പോലുള്ള ചില പെൺകുട്ടികൾക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നത് എന്ന് ദേവുവിനോട് സച്ചി. ഇപ്പം നല്ലവനായിട്ട് അഭിനയിക്കും, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മരണ തനി സ്വഭാവം പുറത്തു വരുമെന്നൊക്കെ സച്ചി ദേവുവിനോട് പറഞ്ഞു. അതുപോലെ എത്രയെത്ര അനുഭവങ്ങളാണ് പത്രത്തിലും ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ നീ കാണുന്നില്ലേ? നീ എന്താ ഒന്നും മനസ്സിലാക്കുന്നില്ലേ? എന്തോരം പെൺകുട്ടികളാ ജീവിതം അവസാനിപ്പിച്ച് കളയുന്നത്. എൻ്റെ അനിയത്തിക്ക് അങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല. അവനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. അവൻ നിന്നോട് കാണിക്കുന്നതൊന്നും യഥാർത്ഥ സ്നേഹമല്ല. അപ്പം സച്ചേട്ടൻ്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും സച്ചേട്ടാ. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകും സച്ചേട്ടാ. പക്ഷേ അരുണേട്ടൻ സച്ചേട്ടൻ വിചാരിക്കുന്നത് പോലെ ഒരാളെ അല്ല. സച്ചേട്ടൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അവൻ്റെ ശരിക്കുള്ള മുഖം നിന്റെ മുന്നിൽ അവൻ മറച്ചു വെച്ചിരിക്കുക. അവൻ്റെ അഭിനയത്തിൽ നീ വീണുപോയി. അവൻ നല്ലവനല്ല. അവൻ്റെ കൂടെ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. നീ അത് മനസ്സിലാക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. ആ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചേട്ടാ അത് നീ ഒന്നും പറയണ്ട. നിനക്ക് ചേർന്ന് നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടെത്തി തരും. പോരെ നിനക്ക്? നീ നോക്കിക്കോ. നിനക്ക് ചേർന്ന നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി ഞങ്ങൾ നിന്റെ കല്യാണം നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവുവിനോട് പറയാം, ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് നിനക്ക് വിഷമമൊക്കെ ഉണ്ടാവും, പിന്നീട് ഇതൊക്കെ ശരിയായിക്കോളും. നീ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുവിടാം, വണ്ടിയിൽ കയറിക്കോളാൻ പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ദേവു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ദേവു വന്നതുപോലെ തന്നെ അവിടെ നിന്ന് പോയി. അപ്പോൾ സച്ചിക്ക് അത് ഭയങ്കര വിഷമമായി. ദേവു അങ്ങനെ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ദേവു വന്ന് ഓട്ടോയിൽ തന്നെ കയറി പോണു. ആ സമയത്ത് ഈച്ച തൊട്ടരികിൽ നിൽപ്പുണ്ട്. അപ്പോൾ രേവതി പോയതാണ് സച്ചിയുടെ ഇനി അടുത്ത പ്രശ്നം. കലി കയറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോഴത്തേക്ക് അരുൺ രേവതിയെ കാണാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഈ രേവതി ആണെങ്കിൽ അരുണിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അരുൺ ചേച്ചി എന്നും പറഞ്ഞു വിളിച്ചു. എന്നിട്ട് അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ എന്താ ഇവിടെയെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അരുൺ രേവതിയോട് പറയാം. കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതൊക്കെ എനിക്കറിയാം. അദ്ദേഹം പറയുന്നത് പോലെ ഒരു ആളല്ല ഞാനെന്ന് അരുൺ പറയണു. എനിക്ക് ദേവുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും അതുപോലെയാണെന്ന് പറഞ്ഞു. രേവതി ഇപ്പോൾ പെട്ട് നിൽക്കാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പിന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഹസ്ബൻഡിനെക്കുറിച്ചും ദേവു എന്നും എന്നോട് പറയും. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, കല്യാണം പെട്ടെന്ന് നടത്തി തരുമെന്നാണ് ഞാൻ കരുതിയതെന്നുള്ള കാര്യം അരുൺ പറഞ്ഞു. പക്ഷേ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിന് ശേഷം അപ്പോൾ ദേവു ഇഷ്ടപ്പെട്ട ചെറുക്കനായിട്ടുള്ള അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ എന്ന് രേവതി പറഞ്ഞു. പക്ഷേ അവൾ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് രേവതി അരുണിനോട് പറയാം. ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങളെ കണ്ടപ്പോഴാണ് അത് മനസ്സിലാക്കിയതെന്നും പറഞ്ഞു. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് കരുതുന്നത് പോലെ ഞാനത്ര മോശപ്പെട്ട ആളൊന്നും അല്ല എന്നും ഞാൻ ആദ്യമായിട്ടുള്ള ഒരു പെണ്ണുമായിട്ട് പ്രണയത്തിലാകുന്നത് അതും ദേവുവാണെന്നും അരുൺ ഇങ്ങനെ രേവതിയോട് പറയും കേട്ടോ. അവള് എൻ്റെ ഭാര്യയായിട്ട് വരണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്നും കല്യാണമേ കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. ദേവുവിനെ കണ്ടതോടെയാണ് ഞാൻ എൻ്റെ തീരുമാനമൊക്കെ മാറ്റിയതെന്നുള്ള കാര്യവും പറയുന്നു. കല്യാണം ഇപ്പം വേണ്ടെന്ന് പറഞ്ഞവളാ ദേവു. അവൾ പെട്ടെന്ന് ആ തീരുമാനം മാറ്റിയത് നിങ്ങൾ കാരണമാണെന്നൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞപ്പം ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. പരസ്പരം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള കാര്യം അരുൺ പറഞ്ഞു. എനിക്ക് അവളെ വിവാഹം കഴിപ്പിച്ച് തന്നാൽ ഞാൻ അവളെ നന്നായിട്ട് നോക്കിക്കോളാം. നിങ്ങളുടെ കുടുംബത്തിലൊരാളായിട്ട് നിന്ന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യുമെന്നൊക്കെ അരുൺ ഇങ്ങനെ രേവതിയോട് പറയൂ കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, മറ്റു ബന്ധുക്കൾ ആരും എനിക്കില്ല. എനിക്കൊരു ഭാര്യയെ മാത്രമല്ല ഞാൻ അന്വേഷിച്ചത്, എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മരുമകളെ കൂടിയാണ്. ദേവു നല്ലൊരു മരുമകളാണ്. എൻ്റെ അമ്മയ്ക്ക് അവളെ വലിയ ഇഷ്ടമാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ അരുൺ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. ദേവു എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എൻ്റെ അമ്മയ്ക്ക് അത് വലിയ സന്തോഷമാകുമെന്ന കാര്യവും പറഞ്ഞ് ദേവു ആദ്യം മുതലേ പറയുമായിരുന്നു നമ്മുടെ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ വേണം ഞങ്ങളുടെ കല്യാണം നടത്താനെന്ന്. ഇപ്പോഴും അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും. അവൾ അവളുടെ കുടുംബത്തെ മറന്നിട്ട് ഒന്നും ചെയ്യില്ല എന്ന് രേവതി പറയുമ്പോൾ അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതെന്നും പറഞ്ഞു. ഈ കല്യാണത്തിന് പ്രധാനമായും തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡാണെന്നും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്നോട് പക വീട്ടുകയാണ് അദ്ദേഹം എന്നൊക്കെ പറയുമ്പം അദ്ദേഹം നല്ല മനുഷ്യനാണ്, നിങ്ങൾ കരുതുന്നത് പോലൊരു ആളല്ല അദ്ദേഹം എന്ന് രേവതി അരുണിനോട് പറഞ്ഞു. അദ്ദേഹം കല്യാണത്തിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് പറയാൻ ചില കാരണങ്ങളുണ്ട് എന്ന് രേവതി പറയാട്ടോ.
ഈ പറയുന്ന നിങ്ങൾക്ക് വാശിയില്ലേന്ന് ചോദിച്ചു. അപ്പം അരുൺ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. നിങ്ങൾക്കും അദ്ദേഹത്തിനോട് പകയുണ്ടല്ലോ ഇല്ലേ? നിങ്ങളെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് അദ്ദേഹത്തെ നിങ്ങൾ അകത്താക്കാൻ നോക്കിയില്ലേ എന്ന് രേവതി അരുണിനോട് ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ലൈസൻസ് വരെ ക്യാൻസൽ ചെയ്യാൻ നോക്കിയില്ലേ എന്നും ചോദിച്ചു. ഇങ്ങനെയുള്ള ഒരാൾ നല്ലവനാണെന്ന് പറയാൻ പറ്റുമോ എന്ന് രേവതി ചോദിക്കുക കേട്ടോ. അതുപോലെ സ്വന്തം സഹോദരിയെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് മനസ്സ് വരുമോയെന്നും രേവതി അരുണിനോട് ചോദിച്ചു. അരുൺ ആകെ പെട്ട് നിൽക്കുകയാണ്, ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ. നിങ്ങൾ നല്ലവനും അദ്ദേഹം മോശമാണെന്നും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ദേവുവിന് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളെ കല്യാണം കഴിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളുടെ മേന്മ കണ്ടിട്ടൊന്നും അല്ല എന്നൊക്കെ രേവതി ഇങ്ങനെ അരുണിനോട് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ കല്യാണം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എല്ലാവരും കൂടെ വേണമെന്ന ആഗ്രഹം. എതിർക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് അരുൺ ഇങ്ങനെ രേവതിയോട് പറഞ്ഞു കേട്ടോ. പിന്നെ ഇനിയിപ്പം ആരും കൂടെ ഇല്ലെങ്കിലും ഞാൻ ദേവുവിനെ കല്യാണം കഴിക്കും, ഞങ്ങളുടെ വിവാഹം നടക്കും എന്നൊക്കെ അരുൺ തറപ്പിച്ച് പറയാം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്, അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യം പറഞ്ഞു. എല്ലാവരും കൂടി നടത്തി തന്ന അത്രയും നല്ലത് എന്ന് അരുൺ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതും പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്ന് അങ്ങ് പോയി. രേവതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അതിനുശേഷം രേവതിക്ക് ആകെ ടെൻഷനായി. രേവതി എന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് പ്രിയെ ഫോൺ വിളിച്ചുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ വർഷം എവിടെ നിൽക്കുക. അപ്പോൾ ഇല്ല പ്രിയ, ഇല്ല അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല, ഞാൻ എത്തിയിരിക്കും, ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ പ്രിയ വിളിച്ച് നാളെ ജോലിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്നാ പറഞ്ഞു? അപ്പോൾ ഞാനെന്ത് പറഞ്ഞു? വരാമെന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് പറയാനാ? നീ ഇനി അവിടെ ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ എന്നായി ശ്രീകാന്ത്. നീ അത് ഇങ്ങനെ, നിനക്കെന്താ ശ്രീകാന്ത് പറഞ്ഞാൽ മനസ്സിലാവാത്തെ? നിന്നെ അവരൊരു ജോലിക്കാരനായിട്ട് കാണുന്നത്. നീ ഇനി അവിടെ ഒരു വർക്ക് ചെയ്യണ്ട. ഇപ്പം ഞാൻ ആരുടെ അടിമയല്ല, അവിടുത്തെ ഷെഫാ. ആ ഒരു ബഹുമാനം പ്രിയ എനിക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ത് ബഹുമാനം? ബഹുമാനം ഉണ്ടെങ്കിൽ അന്ന് അവൾ അങ്ങനെ സംസാരിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രീകാന്തിന് കലി കയറാൻ തുടങ്ങി. അപ്പോഴത്തേക്കും വർഷയ്ക്കും കലി. നീ അവിടെ ജോലിക്ക് പോയില്ലെങ്കിലും പ്രശ്നമില്ല, റെസ്റ്റോറൻറ്റ് ഇതുപോലെ അതിന് മുന്നോട്ട് പോകുമെന്നല്ലേ അവളെന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാ ശ്രീകാന്ത് അവൾ നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നേ? ദേ നോക്ക്, ഇനി നീ അവിടെ വർക്ക് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, നിന്നെ ഞാൻ വിടുകയില്ല. വർക്കിന് പോകാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? 365 ദിവസം ഇവിടെ തന്നെ ഇരിക്കണമെന്ന് ചോദിച്ചു ശ്രീകാന്ത്. എന്ത് പറഞ്ഞാലും ശരി, ഇവളെ പോലെയുള്ളവരുടെ കീഴിൽ ശ്രീകാന്ത് ഇനി ജോലി ചെയ്യണ്ട, നമുക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാം, നിനക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല വർഷം എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് വർഷം പറയാം. അപ്പം എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു ശ്രീകാന്ത്. റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ചെറിയ കാശൊന്നും പോരാ, നമ്മുടെ കയ്യിൽ എന്താ അതിന് മാത്രം കാശുണ്ടോ എന്ന് ചോദിച്ചു. കാശിൻ്റെ കാര്യത്തിൽ ശ്രീകാന്ത് പേടിക്കണ്ട, അതൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓ, നിന്റെ അച്ഛനോട് കാശ് വാങ്ങാനാണോ പ്ലാൻ? അതോ ഇനി നീ കടം വാങ്ങിക്കാൻ പോവാണോ എന്ന് ചോദിച്ചേ. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ശ്രീകാന്തിൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടല്ലോ, ബാക്കി ഞാൻ സംഘടിപ്പിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്തിനാ അതിന് ഇത്ര തിടുക്കമൊക്കെ കാണിക്കുന്നത്? കാശ് നമ്മുടെ കൈ വന്നിട്ട് തുടങ്ങിയാൽ പോരെയെന്ന് ചോദിച്ചു. പോരാ, പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്നായി ശ്രീകാന്തിനോട് വർഷ. നീ അത് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കുക, അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങാം, പിന്നെ കുഞ്ഞിൻ്റെ കാര്യമാണല്ലോ മുഖ്യം എന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ നിൽക്കുക. അതെന്താ മുഖ്യമല്ലേ? വർഷേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. നീ ഒന്നും പറയണ്ടെന്നായി. പിന്നെ അച്ഛനും അമ്മയും ഒച്ചയും മകളും കേട്ട് അങ്ങോട്ടേക്ക് വന്നു. എന്താ മോളെ, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്തിൻ്റെ കാര്യം പറഞ്ഞത് വർഷ പറയുവാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ശരിയാ, അങ്ങോട്ടേക്ക് ഇനി നീ ജോലിക്ക് പോകണ്ട, എത്രയും പെട്ടെന്ന് സ്വന്തമായിട്ട് തുടങ്ങാൻ പറഞ്ഞു, അത് വൈകിക്കണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടപ്പോൾ വർഷയ്ക്ക് സമാധാനമായി. വർഷേ, ഇവൻ്റെ അച്ഛൻ്റെ സ്വഭാവം കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം, അത് നിനക്ക് അറിയാമല്ലോ എന്ന് ചന്ദ്ര പറയുന്നു. അപ്പോൾ വർഷയ്ക്ക് ദേഷ്യം ഒന്ന് നിൽക്കുക കേട്ടോ. ഇവൻ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട, നീ തന്നെ മുൻകൈ എടുത്ത് തുടങ്ങിക്കോളാൻ പറഞ്ഞു. പതിയെ അവൻ നിൻ്റെ കൂടെ കൂടിക്കോളൂന്ന് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയാം കേട്ടോ. എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര അങ്ങ് പോയി. എന്നെപ്പോലെ തന്നെയാണ് ശ്രീകാന്ത്, സച്ചിയും ഇതുപോലെ തന്നെയാണ്. ഇക്കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല, എന്താ വേണ്ടതെന്ന് ആലോചിച്ച് നിങ്ങൾ വേണ്ടത് ചെയ്യാൻ പറഞ്ഞു. അതും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോയി. അപ്പം അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സ്വന്തമായൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമെന്നായി വർഷ. നിനക്ക് മുതലാളി കുപ്പായം വേണ്ടെങ്കിൽ നീ അവിടുത്തെ ഷെഫായിക്കോ, ഞാൻ ആ കുപ്പായം ഇട്ടോളാന്ന് പറഞ്ഞ് വർഷയും പോയി. പിന്നെ ശ്രീകാന്ത് ഭയങ്കര ഇതായിട്ട് നിൽക്കുക. പിന്നെ കാണിക്കുന്ന രാത്രി സച്ചി വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കലി കയറി ഇങ്ങനെ നിൽക്കുക. രേവതി രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ടെൻഷനുമായിട്ട് ഭയങ്കര കലിപ്പ്. അപ്പോഴത്തേക്കും രേവതി അങ്ങോട്ടേക്ക് വരുന്നു. രേവതി വന്നപ്പം സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ് സച്ചി നിൽക്കുന്നത്. അപ്പോൾ രേവതി സച്ചിയുടെ അടുത്തേക്ക് വന്നു. എന്ത് പറ്റി സച്ചിയേട്ടാ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി രേവതിയോട് ദേഷ്യപ്പെടും. രാവിലെ നീ നിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാ. അപ്പം നീ എന്നോട് പറഞ്ഞു പോണില്ല, തിരക്കാണ്, ആർക്കൊക്കെ പൂ കൊടുക്കാനുണ്ട് എന്നൊക്കെ നീ എന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഈ സമയം വരെ നീ പൂ വിൽക്കായിരുന്നു എന്ന് ചോദിച്ചു. രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. വീട്ടിൽ പോകുന്നില്ല എന്ന് നീ എന്നോട് പറഞ്ഞിട്ട് നീ വീട്ടിൽ പോയല്ലേ, കള്ളം പറയാനും തുടങ്ങിയല്ലേ ചോദിച്ചുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുമ്പം അത് അരുണും അവൻ്റെ അമ്മയും വീട്ടിൽ വരുന്നുണ്ട്,
ഞാൻ ആ സമയം വീട്ടിൽ വേണമെന്ന് ദേവ് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് രേവതി. നീ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അവൾ നിന്നെ വിളിച്ചിരുന്നു, അതോ പോയതിന് ശേഷമാണോ നീ എന്നെ വിളിച്ചത്? ഞാനിവിടുന്ന് പോകുന്നതിന് മുന്നെയാണ് വിളിച്ചതെന്ന് രേവതി പറയാണ്. പറഞ്ഞ സച്ചേട്ടൻ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറഞ്ഞു. ദേവ് ടാക്സി സെൻറ്ററിൽ വന്ന് എന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അവളാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ പ്രണയിക്കുന്നതിനെ പറ്റിയും അരുണിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങളോട് ഞാനത് പറയാതിരുന്നത്, നിങ്ങളത് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾ വീട്ടിൽ വന്ന് വെറുതെ വിഷയം ഉണ്ടാക്കിയാനെ, പ്രശ്നം ഉണ്ടാക്കിയാനെ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അരുൺ എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവനെന്തിനാ നിന്നെ വന്ന് കണ്ടേ? എന്താ അവൻ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഈ കല്യാണം നടക്കണം, എല്ലാവരും കൂടി നടത്തി തരണം എന്നാ പറഞ്ഞത്. എല്ലാവരുടെയും സമ്മതത്തോടെ ഈ കല്യാണം നടത്തണമെന്നാണ് അവൻ്റെ ആഗ്രഹമെന്ന് അവൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇനി കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും അദ്ദേഹം അവളെ കല്യാണം കഴിക്കും, അങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നൊക്കെയാ പറഞ്ഞ്. അപ്പോൾ അവൻ തീരുമാനിച്ചോട്ടെ, ആഗ്രഹിച്ചോട്ടെ, പക്ഷേ ഈ കല്യാണം നടക്കത്തില്ല എന്നായി സച്ചി. അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സച്ചി പറയാം. സച്ചേട്ടാ, ഇങ്ങനെ നിർബന്ധം പിടിക്കരുത്, പാവം ദൈവവും അവൾ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രേവതി ചോദിക്കാം. അവർ തമ്മിൽ ഇഷ്ടത്തില്ല. സച്ചേട്ടൻ മാത്രമാണ് അരുൺ മോശക്കാരനാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതെന്ന് രേവതി സച്ചിയോട് പറയണം. പുള്ളിക്ക് ഒരു കുറവുമില്ല, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സൗന്ദര്യവും എല്ലാം ഇല്ലേന്ന് ചോദിച്ചു. പിന്നെ നമ്മുടെ ദേവുവിന് ചേർന്ന ചെറുക്കൻ തന്നെയല്ലേ അവനെന്ന് ചോദിച്ചു. അപ്പോഴും സച്ചിക്ക് ദേഷ്യമാണ്. അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ രേവതി നോക്കുക, ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം, അത് സ്വപ്നത്തിൽ പോലും നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഒറ്റക്കാലിൽ തന്നെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.